ഇന്നും ഞാനൊരു അടിപൊളി ഇഫ്താർ സ്നാക്കുമായിട്ടാട്ടോ വന്നിട്ടുള്ള നല്ല ക്രിസ്പി ആയ ടേസ്റ്റി ആയ ഒരു പെരി പെരി ചിക്കൻ ചീസ് ബോളിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ചീസ് ബോൾ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തതിലേക്ക് ആവശ്യത്തിന് സോൾട്ട്, കശ്മീരി ചില്ലി പൗഡർ, ഒറിഗാനോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വിനെഗർ, ചില്ലി ഫ്ലേക്സ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഓണിയൻ ചേർത്ത് കൊടുക്കുക, ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സോൾട്ട് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്റ്റാപ്പിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം, കൊറിയൻഡർ ലീവ്സ്, ഗ്രീൻ ചില്ലി ഇതും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബോയിൽഡ് പൊട്ടാറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ അവസാനം നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും സോൾട്ട് വേണമെങ്കിൽ അതും കുറച്ച് മൊസറല്ല ചീസും ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചീസ് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ട് ബോൾസാക്കി മാറ്റുക കേട്ടോ. നമ്മുടെ ചീസ് ബോൾസാക്കി മാറ്റുക. ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ മൈദ സ്ലറിയിലാണ് ഡിപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എഗ്ഗിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ കോൺഫ്ലവർ മിക്സിലൊക്കെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അരമണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്നും പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് കിട്ടും കേട്ടോ. കട്ട്ലറ്റ് ആണെങ്കിലും ചിക്കൻ റോൾ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് ഫ്രീസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഫ്രീസ് ചെയ്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചീസ് ബോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ഡിപ്പും കൂടി ഉണ്ടാക്കി. മയോണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് മിക്സ് ചെയ്ത നല്ല അടിപൊളി പെരി പെരി സോസും റെഡി. അപ്പോൾ ഈ ഡിപ്പിൽ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും.